നമസ്കാരം. പത്തനംതിട്ട ആറന്മുള വിമാനത്താവള പദ്ധതിയും അതുണ്ടാക്കിയ ജനകീയ സമരങ്ങളും കേരളം മറന്നിട്ടില്ല. വി.എസ്. സർക്കാരിൻ്റെ കാലത്ത് ആറന്മുള എം.എൽ.എ. ആയിരുന്ന കെ.സി. രാജഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ആദ്യം പ്രതിപക്ഷമായ കോൺഗ്രസ് എതിർപ്പുമായി വന്നു. എന്നാൽ തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ബി.ജെ.പിയും സി.പി.എമ്മും യോജിച്ച് പ്രക്ഷോഭം നയിച്ചു. KGS എന്ന കമ്പനി ഒടുവിൽ പദ്ധതി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. അന്ന് ഉപേക്ഷിച്ച വിമാനത്താവള പദ്ധതി ഇപ്പോൾ പുതിയ രൂപത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുകയാണ് എന്നാണ് പരാതി. ഇലക്ട്രോണിക്സ് പാർക്ക് എന്ന പേരിലാണ് പദ്ധതി കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നത്. ഇതിനെതിരെ കർമ്മസമിതി രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ആറന്മുളയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം പ്രഖ്യാപിച്ച് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തി പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ വലിയ ജനകീയ സമരമാണ് നടന്നത്. നിരവധി കേസുകളും കോടതികളിൽ എത്തിയതോടെ വിമാനത്താവളം നിർമ്മിക്കാൻ എത്തിയ KGS കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. അവർ സ്വന്തമാക്കിയ ഭൂമി കോടതി നടപടികളിൽ ഉൾപ്പെട്ടു. ഇവയുടെയൊക്കെ കൈമാറ്റം തടയുകയും ചെയ്തു. ഇപ്പോൾ ഇതേ കമ്പനി മറ്റൊരു പേരിൽ ഇവിടെ ഇലക്ട്രോണിക്സ് പാർക്കിനായുള്ള അപേക്ഷകൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ സർക്കാർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി, റവന്യൂ, വ്യവസായ വകുപ്പ് അധികൃതർ കളക്ടർക്കൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ഇതേ തുടർന്ന് റിപ്പോർട്ട് സർക്കാരിലേക്ക് നൽകും. പാർക്ക് നിർമ്മിക്കാനായി 335 ഏക്കർ സ്ഥലം ലഭ്യമാക്കണമെന്നാണ് സ്വകാര്യ കമ്പനി ആവശ്യപ്പെടുന്നത്. 600 കോടി രൂപ ചെലവിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാനാണ് സ്ഥലം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുന്നത്. പദ്ധതി നടപ്പിലാക്കുമ്പോൾ വലിയ തുക കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റായി നൽകുമെന്നും ഇവർ പറയുന്നു. എന്നാൽ പഴയ പ്രതിഷേധത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. 2017 സംസ്ഥാന സർക്കാർ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ചഭൂമിയാക്കി വിജ്ഞാപനം നടത്തിയിരുന്നു. എന്നാൽ കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇവിടെയാണ് ഇപ്പോൾ പാർക്കിനായി സ്ഥലം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ശബരിമല വിമാനത്താവളം എരുമേലിയിൽ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിരവധി തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്ന ഇലക്ട്രോണിക്സ് പാർക്ക് എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സ്ഥലത്താണ് വിവാദ വിമാനത്താവള കമ്പനിയായ KGS ടോഫൽ എന്ന പേരിൽ ഇലക്ട്രോണിക്സ് പാർക്കിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. 35-40 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക വിഷയങ്ങൾക്കും പ്രളയ ദുരന്തങ്ങൾക്കും കാരണമായി തീരും. നീർച്ചാലുകളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തിയുള്ള ഒരു പ്രവർത്തനങ്ങളും അനുവദിക്കുകയില്ലെന്നും അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി ജനറൽ കൺവീനർ PR ഷാജി പറഞ്ഞു. കർമ്മസമിതി വൈസ് പ്രസിഡന്റ് M അയ്യപ്പൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൺവീനർമാരായ CG പ്രദീപ് കുമാർ, KG സുരേഷ് കുമാർ, MK ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആറന്മുള കുളനട റോഡിൽ നാൽക്കാലിക്കൽ പാലത്തിനടുത്താണ് വിമാനത്താവള നിർമ്മാണം നേരത്തെ തുടങ്ങിയത്. 2005 വിമാനത്താവളത്തിനായി പദ്ധതി രൂപപ്പെടുത്തിയത്. പദ്ധതിക്ക് അനുമതി കൊടുത്തത് ചട്ടവിരുദ്ധമായിട്ടാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. തുടർന്ന് ആറന്മുള ഏവിയേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി രൂപവൽക്കരിച്ച് പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ പരിസ്ഥിതി പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ വിമാനത്താവളത്തിന് എതിരെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും പരിസ്ഥിതി പ്രവർത്തകരും ശക്തമായ പ്രക്ഷോഭം നടത്തി. വിമാനത്താവളം വരുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ മുൻനിർത്തിയായിരുന്നു ഇത്. പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ കുമ്മനം രാജശേഖരൻ, സുഗതകുമാരി, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, VS അച്യുതാനന്ദൻ മുതലായ സാമൂഹ്യ പ്രവർത്തകരും പദ്ധതി പ്രദേശത്തെ 10,000-കണക്കിന് പൊതുജനങ്ങളും അണിനിരന്നിരുന്നു. പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഈ സംരംഭം വലിയ എതിർപ്പാണ് നേരിട്ടത്. ഇതിൻ്റെ നിർമ്മാണം ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ചൂണ്ടിക്കാട്ടിയിരുന്നു. K കുമരൻ, GG ജോർജ്, PV ഷൺമുഖം എന്നിവരാണ് KGS ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർമാർ. ഈ 3 പേരുകളുടെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് KGS എന്ന പേര് ഇട്ടിരിക്കുന്നത്. ഈ കമ്പനിയുടെ തന്നെ മറ്റൊരു പേരിലുള്ള ടോഫൽ എന്ന പേരിലുള്ള ഒരു ഇലക്ട്രോണിക്സ് പാർക്കിനുള്ള അനുമതിയാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. ഇതും ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നു.